ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു യുൻസിയുടെ ഈ ഒരു കീബോർഡ്, അതായത് KC84 എന്ന് പറയുന്ന ഈ ഒരു കീബോർഡിൻ്റെ റിവ്യൂ കാരണമാണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ ഇതൊരു മെക്കാനിക്കൽ കീബോർഡാണ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, സോ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കീബോർഡിൻ്റെ അതുപോലെ തന്നെ 2-3 മാനുവൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഫസ്റ്റത്തെ നമ്മുടെ ജസ്റ്റ് കീബോർഡിന് ബ്രീഫായിട്ട് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. ആൻഡ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബുക്ക്ലെറ്റാണ്, നമുക്ക് എന്തെങ്കിലും എഴുതാണ്ടെന്നുണ്ടെങ്കിൽ. ആൻഡ് അവസാനമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കീബോർഡിൻ്റെ കീസ് കാര്യങ്ങളുടെ ഫങ്ഷൻസ് കാര്യങ്ങളാണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ ഫങ്ഷൻസ് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു കീബോർഡിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇതിനകത്ത് നിങ്ങളുടെ കീബോർഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. സോ അതല്ലാതെ വേറെ എക്സ്ട്രാ വലിയ യൂസർ മാനുവൽ കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് അതുപോലെ തന്നെ ബോക്സിലെ ബാക്കി സംഭവങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേബിൾ ഉണ്ട്. സോ ഇത് നമ്മളെന്ന് പറഞ്ഞാൽ ടൈപ്പ് സി കേബിളാണ്. സോ ബ്രൈറ്റ് കേബിൾസ് എല്ലാം നോർമൽ കേബിൾസ് ആണ്. സോ ടൈപ്പ് സി കേബിൾസ് ആണ്. ഓക്കെ, സോ നമ്മുടെ കീബോർഡിൽ കണക്ട് ചെയ്യാനായിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കീ പ്ലക്കർ, അതായത് 2 കീ പ്ലക്കർ കാര്യങ്ങളുണ്ടാകും. നമുക്ക് കീ ഊരെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു 2 സാധനം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കീസ് എക്സ്ട്രാ ആയിട്ട് കുറച്ച് കീസ് അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് മെയിൻലി നമ്മുടെ ഈ ഒരു ബോക്സിനകത്ത് വരിക എന്ന് പറഞ്ഞാൽ. സോ ഇതിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ എന്തായാലും കാണിച്ചു തരാം. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, സോ അതിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ എന്തായാലും വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇനി നമ്മുടെ ബോക്സ് കാര്യങ്ങൾ നമുക്ക് മാറ്റി വയ്ക്കാം. സോ നമുക്ക് നമ്മുടെ കീബോർഡോട്ട് ഡയറക്റ്റ് വരാം. സോ നമ്മുടെ കീബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വൈറ്റ് കോമ്പിനേഷൻ, അല്ലെങ്കിൽ വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കീബോർഡ് കാറിൽ വന്നിട്ടുള്ളത്. സോ വൈറ്റ് അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ഗ്രേ കോമ്പിനേഷനാണ്. ഓക്കെ, സോ ഗൈസ്, ഇപ്പം ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കിടിലമായിട്ടുള്ള ക്വാളിറ്റിയാണ്. നമുക്ക് നല്ല ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ബാക്ക് സൈഡാണ്. ആൻഡ് അതുപോലെ തന്നെ ജസ്റ്റ് നമ്മുടെ ആ റബ്ബർ ഗ്രിപ്പ് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ബാക്ക്ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ ബാക്ക് സൈഡിലേക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ബാക്കിൽ നല്ല രീതിയിൽ കാണാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ ജസ്റ്റ് നമ്മൾ ആ ഒരു സംഭവം ഓപ്പൺ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്ലാൻഡിങ് എന്നുള്ള രീതിക്ക് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ വെക്കാനായിട്ട് പറ്റും. ആൻഡ് അതുപോലെ തന്നെ അതെല്ലാം നോർമലായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇപ്പം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് നീങ്ങാനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇത് നീങ്ങില്ല. സോ നല്ല രീതിക്ക് പ്രഷർ കൊടുത്തിട്ടും ഈ ഒരു സംഭവം കാര്യങ്ങൾ നീങ്ങുന്നില്ല. ഓക്കെ, സോ അത്രയാണ് ബാക്ക് സൈഡ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ. സോ ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഓക്കെ, സോ ഈ ഒരു കീബോർഡിൻ്റെ ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ചാർജിങ് അല്ല നമ്മുടെ കേബിൾ പോർട്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. സോ അതെന്തായാലും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കീബോർഡിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് സി കേബിളാണ്, ടൈപ്പ് സി പോർട്ടാണ്. ഓക്കെ, സോ ടൈപ്പ് സി കേബിളാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇനിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. സോ ഇനി ഇതിനകത്ത് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു രീതിക്ക് വെച്ച് കൊടുക്കാം. ആൻഡ് അതിന് ശേഷം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ലോക്ക് ആയിട്ടുണ്ട്. സോ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്ലഗ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്കിത് റിമൂവ് ചെയ്യാനും നമുക്കിത് വാഷ് ചെയ്യാനായിട്ട് പറ്റും. സോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. സോ ലിങ്ക് കാര്യങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് ഓവറോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ. സോ ഇനിയിപ്പം അത് നിങ്ങൾക്ക് തിരിച്ച് വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് സിമ്പിളായിട്ട് അതുപോലെ നിന്ന് ആ ഒരു സംഭവം കാര്യങ്ങൾ വീഡിച്ചെടുക്കുക. ഓക്കെ, സോ വീഡിച്ചെടുക്കുക. അതിന് ശേഷം തിരിച്ച് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, സോ ഇനി ജസ്റ്റ് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. സോ ബാക്കിലാണ് അല്ലെങ്കിൽ താഴ്ഭാഗത്താണ് ഈ ഒരു സംഭവത്തിൻ്റെ കണക്റ്റിംഗ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. സോ ഇവിടെ ഒരു ഹോൾ കാര്യങ്ങളുണ്ട്. സോ ആ ഒരു ഹോളിൽ വെച്ച് കൊടുക്കാൻ, അതിന് ശേഷം ജസ്റ്റ് ഈ ഒരു രീതിക്ക് പ്രസ് ചെയ്ത് ഉള്ളിലോട്ട് കയറ്റി കൊടുത്താൽ മതി. ഓക്കെ, സോ ഇവിടെ ഒരു ഹോൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കീബോർഡ് താഴത്ത് വെക്കുമ്പോൾ നമുക്ക് ഒരു തടസ്സം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഹോൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ജസ്റ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ സെൻറ്റർ ഭാഗത്തായിരിക്കും ഈ സംഭവം കാര്യങ്ങൾ വന്നിട്ടുണ്ടാവുക. സോ അത്രയാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. സോ ജസ്റ്റ് ഇങ്ങനെ വെച്ച് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കീ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ഇത്രയാണ് അത് വെക്കാനും ഊരാനും ആയിട്ടുള്ളത്. എൻ്റെ അതുപോലെ തന്നെ കേബിളിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ലൈറ്റിംഗ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ എങ്ങനെയാണ് ഇതിൻ്റെ ലൈറ്റിംഗ് ആയിട്ട് വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ RGB ലൈറ്റഡ് കീബോർഡാണ് എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലൈറ്റിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് മോഡ്സ് കാര്യങ്ങൾ ഈ ഒരു സംഭവത്തിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്ത് കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പവർ ഓൺ ചെയ്യാം. ഓക്കെ, സോ ഗൈസ്, ഇപ്പം പവർ ഓൺ ചെയ്യുമ്പോഴുള്ള ആ ഒരു ആനിമേഷൻ കാര്യങ്ങളൊക്കെ കിടിലമാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. സോ ഇപ്പോൾ ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ ആനിമേഷൻസ് കാര്യങ്ങൾ പവർ ഓൺ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ കീബോർഡ് ഓൺ ആക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ പിന്നെ ആ ഒരു രീതിയിൽ എൻ്റെ ലൈറ്റ് ഇങ്ങനെ RGB കത്തിക്കൊണ്ടിരിക്കും.
സോ ഗൈസ് ഇപ്പോൾ ഇതല്ലാതെ ഒരുപാട് മോഡ്സ് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. സോ ജസ്റ്റ് ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. സോ കുറച്ചൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാണ് വീഡിയോ. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് എല്ലാ മോഡ്സ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു ഷീറ്റ് ഉണ്ട്. സോ ആ ഒരു ഷീറ്റിനകത്ത് ഈ ഒരു ഇതിൻ്റെ ഇൻഫോർമേഷൻസ് കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് എങ്ങനെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഏത് സ്വിച്ച് ഞെക്കിയാലാണ് നിങ്ങൾക്ക് ഈ ഒരു RGBൻ്റെ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാൻ അങ്ങനത്തെ എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാത്തിൻ്റെയും ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഇതിൻ്റെ ഫുള്ള് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ. സോ ഞാൻ കുറച്ച് വീഡിയോ കാര്യങ്ങളും കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതെല്ലാം കറക്റ്റ് ടൈം അല്ലെങ്കിൽ മാനുവൽ ടൈമിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും. സോ ഒരുപാട് എഫക്ട്സ് കാര്യങ്ങൾ വരുന്ന ഒരു കീബോർഡാണ്. സോ ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് എഫക്ട്സ് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. ഓക്കെ, സോ ജസ്റ്റ് ഈ ഒരു റൊട്ടേഷൻ വൈസിലാണെന്നുണ്ടെങ്കിലും ആ ഒരു സെയിം അല്ലെങ്കിൽ ഒരു പാറ്റേൺ തന്നെ സെയിം കളർ കാര്യങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം പാറ്റേണിൽ ഇഷ്ടംപോലെ കളേഴ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രം വരുന്ന രീതിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും. സോ ഈ രീതിക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഒരുപാട് കളർ ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. സോ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ പർച്ചേസ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. സോ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. സോ എത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ വേറെ കിടലമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.